നിത കെ ഗോപാൽ മേഡം, ഇപ്പോൾ ഇനി 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ എന്നതാണല്ലോ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഏത് സ്വഭാവത്തിലുള്ള മഴയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത? ഞാനത് ചോദിക്കാൻ കാരണം, കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്ത് മിന്നൽ പ്രളയവും അതുപോലെ മലവെള്ളപ്പാച്ചിലിനുമൊക്കെ സാഹചര്യം ഉണ്ടായേക്കും, അപകട സാഹചര്യം ഉണ്ടായേക്കും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഏത് സ്വഭാവത്തിലുള്ള മഴയാണ് ഈ 5 ദിവസം കേരളം പ്രതീക്ഷിക്കേണ്ടത്? ഒരു ചെറിയ തിരുത്തുണ്ട്. ഇന്നും നാളെയും മറ്റന്നാൾ 3 ദിവസത്തേക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. അതിനുശേഷം 2 ദിവസത്തേക്ക് മഴയിൽ ഗണ്യമായ കുറവുണ്ടാവും. വടക്കൻ ജില്ലകളിൽ മാത്രം ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചുരുങ്ങിയ സമയത്തിൽ വളരെയധികം മഴ പെയ്യുന്ന ഒരു പ്രതിഭാസം ഈ മൺസൂണിന് നമ്മൾ പ്രത്യേകത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നൗകാസ്റ്റ് എല്ലാ 3 മണിക്കൂറിലും അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അതാണ് കൂടുതലും ആഘാതം ഉണ്ടാക്കുന്ന 2 ഘടകങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ കാരണവും അത് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ കേരള തീരത്തുള്ള ന്യൂനമർദ്ദ പാത്തി അതിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ഒരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നാളെ കൂടുതൽ ജില്ലകളിലേക്ക് അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന അവസ്ഥയിൽ അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിൽ മഴ കൂടുതൽ അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നാളെ കുറച്ച് മഴ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാണുന്നത്. മറ്റന്നാളാകുമ്പോൾ കുറച്ചുകൂടി മഴ കുറയും. അതിനുശേഷം ഗണ്യമായ കുറവ് അനുഭവപ്പെടും. വടക്കൻ ജില്ലകളിൽ മാത്രമേ ഉള്ളൂ പിന്നെ മഴയുണ്ടാവുക. മാഡം, ഇതിനകത്ത് ഈ ഫോർകാസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ മാഡം? എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ അലേർട്ടുകൾ വളരെ വേഗം മാറുന്നത് ചിലപ്പോൾ കാണാം. ഇപ്പോൾ എറണാകുളം, ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യൂട്യൂബിലുമൊക്കെ ആളുകൾ അവധിക്ക് വേണ്ടി ഒരുപാട് കമൻറ്റുകളൊക്കെ കണ്ടിരുന്നത്. എറണാകുളം കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നില്ല, കോട്ടയം കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകൾക്ക് അവധി നൽകുന്നു. അതപ്പോൾ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് അലേർട്ടുകൾ മാറുന്നു. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അലേർട്ടുകൾ വളരെ വേഗം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഈ ഫോർകാസ്റ്റിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഇല്ല, അത് അങ്ങനെയല്ല. ഇത് ഈ അലേർട്ടുകൾ ജില്ലാടിസ്ഥാനത്തിലുള്ള ഈ അലേർട്ടുകൾ, നമ്മളിപ്പോൾ സംസാരിച്ച ഓറഞ്ച്, ചുവപ്പ് അലേർട്ടുകൾ എന്ന് പറഞ്ഞത്, അത് 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയെ ആശ്രയിച്ചിട്ടുള്ള അലേർട്ടുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ 24 മണിക്കൂറിന് ഉള്ളിൽ ഓരോ മണിക്കൂറിലും എങ്ങനെയായിരിക്കും മഴ അല്ലെങ്കിൽ കാറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ ഓരോ 3 മണിക്കൂറിലുള്ള അലേർട്ടുകൾ നൗകാസ്റ്റ് എന്നുള്ള പേരിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് SMS ആയിട്ട് അല്ലെങ്കിൽ അലേർട്ടുകളായിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വരുന്നതും. ഇപ്പോൾ ഈ അവധി പ്രഖ്യാപിക്കാനായിട്ട് നമ്മൾ പൊതുവെ കളക്ടർമാരൊക്കെ ആശ്രയിക്കുന്നത് 24 മണിക്കൂർ നേരത്തേക്ക് ഒരു ജില്ലയിൽ പ്രതീക്ഷിക്കാവുന്ന മഴ അതിനെയാണ്. അപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് വയനാട്ടിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഈ 24 മണിക്കൂറിനകത്ത് മഴയുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ 3 മണിക്കൂറിൻ്റെ ഇടവേളകളിൽ കൂടി വരുന്ന ഈ മുന്നറിയിപ്പിൽ കൂടി വരുന്നത്. അതുകൊണ്ട് മുന്നറിയിപ്പുകളുടെ ഇത് രണ്ടും 2 രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ്. അതതിനെ അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം മാഡം, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് അന്ന് രാത്രി തന്നെ അതിശക്തമായ മഴ, ഇപ്പൊ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ സമയത്ത് പക്ഷെ വലിയ തോതിലുള്ള മഴ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഫോർകാസ്റ്റ് അനുസരിച്ച് യെല്ലോ അലേർട്ട് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്ര വലിയ മഴ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി അങ്ങനെ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളാണോ എന്നായിരുന്നു എൻ്റെ സംശയം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ അകത്ത് ഓരോ മണിക്കൂറിലും എങ്ങനെയാണ് മഴയുടെ സ്വഭാവം എന്ന് കാണിക്കാനുള്ള നൗകാസ്റ്റുകളാണ് ഈ മെസ്സേജുകളായിട്ട് ഇപ്പോൾ പോകുന്നത്. അതായത് യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 6.5 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുന്നതിനെയാണ് നമ്മൾ യെല്ലോ അലേർട്ട്. 6.5ക്കും 12 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മളതിന് യെല്ലോ കളർ കൊടുക്കുന്നത്. ആ 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 മുതൽ 12 സെൻറ്റിമീറ്ററുള്ള മഴ എന്ന് പറയുന്നത് ആ ദിവസത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ് ഈ 3 മണിക്കൂർ
ദൈർഘ്യമുള്ള ഈ നൗകാസ്റ്റുകളിൽ കൂടി പറയുന്നത്. അപ്പോൾ പൊതുജനത്തിന് ഒരുപക്ഷെ കൂടുതൽ അവധിക്കൊക്കെ മറ്റും അവധി പ്രഖ്യാപിക്കാനും മറ്റു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ്ങിനും മറ്റുമൊക്കെ 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഫോർകാസ്റ്റുകളായിരിക്കും ഉപകാരപ്രദം. പക്ഷേ പൊതുജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നൗകാസ്റ്റുകളായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മാഡം. ഡോക്ടർ